മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇന്ന് വളരെ വേദന അല്ലെങ്കിൽ ആശങ്കയുള്ള ഒരു വിഷയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു യുവതിയുടെ മരണം അതിനേക്കാൾ ഉപരി നമ്മുടെ ഏറ്റവും അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഏറ്റവും മികച്ചതാണ്. പക്ഷേ ആ പറയുന്ന നമ്പർ 1 ആരോഗ്യ മേഖലയിൽ നിന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ചികിത്സയ്ക്ക് വേണ്ടി. ഒരു വശത്ത് വീണ ജോർജ് വളരെ വലിയൊരു ആശങ്കയിൽ ഒന്ന് പുറത്തിറങ്ങാൻ പോലും പേടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ ജോർജിനെ പോലും കൈവിട്ടുകൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെടുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് മുൻപേ തീരുമാനിച്ച ഒരു യാത്രയാണ്, ചികിത്സയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്താണ് കൂടുതൽ നമുക്ക് പറയാനുള്ളത്? ഇതില് ശരിക്കും എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം സംസാരിക്കുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. കാര്യം ഇത്രയും ദാരുണമായ ഒരു സംഭവം, ഒരാളാണ് മരിച്ചത്, ഒരു സ്ത്രീ, ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഒരു വീട്ടമ്മയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അത്രത്തോളം ദാരുണമായ നമുക്ക് ഈ സമയത്ത് നമ്മൾ ഈ രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത്. അപ്പൊ നമ്മൾ രാഷ്ട്രീയപരമായി സംസാരിക്കുന്നതിനപ്പുറം വൈകാരികപരമായി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരല്പമെങ്കിലും കരുണ, അല്ലെങ്കിൽ ഈ തൊഴിലാളി പാർട്ടിയാണ്, പാവങ്ങളുടെ പാർട്ടിയാണ് എന്നിവർ തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കുറിച്ച് ഇവർ തന്നെ വാതോരാതെ പറയുന്നതാണ്. അങ്ങനെ ഉള്ള ഒരു സർക്കാരായിരുന്നുവെങ്കിൽ ആ ഒരു യാത്ര ഒന്ന് മാറ്റിവെക്കാമായിരുന്നു മുഖ്യമന്ത്രിക്ക്. അല്ലെങ്കിൽ അതും വേണ്ട, മര്യാദ അതാണ്. അല്ലെങ്കിൽ അതും വേണ്ട, മുഖ്യമന്ത്രിക്ക് അത്യാവശ്യമായി ചികിത്സയ്ക്ക് പോകേണ്ട ഒരു ഘട്ടമായിരുന്നു എന്ന് തന്നെ വിചാരിക്കുക. കാരണം ആ യാത്ര മാറ്റിവെക്കാൻ പറ്റുന്നതല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, സമ്മതിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്താമായിരുന്നു. എനിക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ യാത്ര മാറ്റിവെക്കാൻ കഴിയുന്നതല്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് പോകേണ്ടി വരുന്നു ഒരു വരി കുറിപ്പെങ്കിലും, ഫേസ്ബുക്കിലെങ്കിലും ഒരു വരി കുറിപ്പിട്ടിട്ടാണ് മുഖ്യമന്ത്രി പോയിരുന്നതെങ്കിൽ, ഞങ്ങളുടെ മുഖ്യമന്ത്രി അങ്ങനെയെങ്കിലും പ്രതികരിച്ചിട്ടാണല്ലോ പോയത് എന്നുള്ള ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകുമായിരുന്നു. പക്ഷെ അതൊന്നുമല്ല. ഇത് പൂർണ്ണമായും വീണ ജോർജിനെയും, അതുപോലെ തന്നെ വീണ ജോർജ് തന്നെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നത് ഈ കപ്പൽ ആടി ഉലയില്ല എന്നാണ്. പക്ഷെ കപ്പല് മുക്കി നടുക്കടലിൽ ഇട്ടിട്ടാണ് പിണറായി വിജയൻ സ്വന്തം സുരക്ഷ നോക്കി പോകുന്നത്. അവിടെ നമുക്ക് ഏറ്റവും മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോകുന്നു എന്നുള്ളതിനേക്കാൾ നമുക്ക് ഏറ്റവും ഒരു രോഷം തോന്നുന്ന മറ്റൊരു സംഭവം കൂടെയുണ്ട്. മുഖ്യമന്ത്രി കുടുംബത്തോടെ പോകുന്നു. മരുമകന് മാത്രമേ കാണാറുള്ളൂ. മരുമകൻ എവിടെയാന്നുള്ളത് വിവരമില്ല, കൂടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ടിൽ അല്ലെങ്കിൽ വീഡിയോയിലൊന്നും മരുമകനില്ല. പകരം ഭാര്യ കമല, മകൾ വീണ, ചെറുമകൻ, ഇവരോടൊക്കെ ഒത്ത് ഒരു ചിരിച്ചുല്ലസിച്ച് എന്തോ ഒരു ടൂർ പോകുന്ന പോലെ മുഖ്യമന്ത്രി പോകും. അത് മാത്രല്ല, മുഖത്തൊരു ഭാവവ്യത്യാസം പോലും, ഒരു വിഷമമോ, വിഷമിക്കുന്നപ്പോ മുഖ്യമന്ത്രി പോയി നേരിട്ട് കൊന്നതൊന്നും അല്ല എങ്കിൽ പോലും ഇവിടുത്തെ ആണല്ലോ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരു പ്രശ്നമുണ്ട്. ഇത്തരത്തിൽ ഡോക്ടർ ഹാരിസ് തന്നെ കഴിഞ്ഞ ദിവസം പുറത്ത് പറഞ്ഞ കാര്യങ്ങള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മാത്രം കാര്യമല്ല, ഈ പറയുന്ന പോലെ കേരളത്തിന്റെ പല ആശുപത്രികളിലും ഇതേ അവസ്ഥയാണ്. പദ്ധതി മാറ്റിവെക്കുന്നുണ്ട്, കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിയാറായി കിടക്കുക എന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയതാണ്. ആ ഒരു മുന്നറിയിപ്പ് നൽകി പിറ്റേത്തെ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഹാരിസ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ, നമ്മുടെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടി ചിലരൊക്കെ തുനിഞ്ഞിറങ്ങിയതാണെന്ന്. ഇപ്പോ ഈ പറയുന്ന ബിന്ദു മരിച്ചത് ഈ തുനിഞ്ഞിറങ്ങിയ ആളുടെ പ്രതികരണം കൊണ്ടാണോ? ചില കമന്റുകൾ വരുന്നുണ്ട്. അത് ഇങ്ങനെ ആൾക്കാർ അവരുടെ രോഷമാണ്. അവർ പറയുന്നതാണ് ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി കെട്ടിടം തനിയെ അങ്ങ് പൊളിഞ്ഞു വീണു എന്നൊക്കെയുള്ള രീതിയിൽ. അത് ആൾക്കാർ അവരുടെ ഒരു ദേഷ്യം, അവർക്ക് ഈ രീതിയിലെങ്കിലും പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ടാണ് പലരും അതിര് വിട്ടുപോകുന്ന കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് അതിനേക്കാളൊക്കെ ലജ്ജ തോന്നിയത് കമ്മ്യൂണിസം എത്രത്തോളം, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അല്ലെങ്കിൽ ഈ പാർട്ടി, പ്രത്യേകിച്ച് പാർട്ടി ഇത്രത്തോളം അധപ്പതിച്ചു എന്ന് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാരണം, അതായത് ഈ അപകടം നടന്ന് തൊട്ട് പിന്നാലെ ഇത് ഏത് പഞ്ചായത്തിലാണ് ഈ മെഡിക്കൽ കോളേജ് നിൽക്കുന്നത്, ഏത് വാർഡിലാണ് എന്ന് കണ്ടെത്തി പോസ്റ്റ് ഇടാൻ CPM-കാർ തുനിഞ്ഞു എന്നുള്ളതാണ്. അതിനകത്ത് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആർപ്പൂക്കര പഞ്ചായത്തിൽ വരുന്നതാണ്, VN വാസവനാണ്, VN വാസവന്റെ ഏരിയ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേരി തിരിഞ്ഞ് അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പക്ഷേ ഈ പോരാളി ഷാജിയൊക്കെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, അവിടുത്തെ MLA എവിടെ പോയി, MP എവിടെ പോയി? പക്ഷേ ആരോഗ്യ മേഖലയെ കുറിച്ച് ഇതിനു മുൻപ് വരെ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്പർ 1 ആരോഗ്യ മേഖല. പക്ഷെ എവിടെയെങ്കിലും ഇതുപോലെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരുടെ വാർഡിലാണ്, ഏത് പഞ്ചായത്തിലാണ് എന്ന് മറ്റേ അളന്ന് വേണേ നോക്കും. ഇതൊക്കെ പറയുന്നത് വാർഡിലെയും പഞ്ചായത്തിന്റെയും കാര്യമൊക്കെ ഇങ്ങനെ, ഇത് ജനങ്ങളുടെ കാര്യമാണ്.
ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പം ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ നേരിട്ട് ചെയ്യേണ്ട കെട്ടിപ്പടുത്തേണ്ടതൊന്നല്ല. അതായത് ഇവരൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മുകളിൽ നിന്നുള്ള ഉത്തരവ് വരണം. ആ ഉത്തരവ് വരാത്തത് കൊണ്ടാണ് ഈ കെട്ടിടം എങ്ങനെ കിടക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഫിറ്റ്നസ് ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ പുറത്തു വന്നൊരു വിവരമാണ്. അതായത് അതിനേക്കാളൊക്കെ ഒരു കാര്യം കൂടി നമ്മളിവിടെ പരിശോധിക്കണം. അതായത് ഒരു മെഡിക്കൽ കോളേജ് എന്നല്ല, ഏതൊരു കെട്ടിടം പണിയുമ്പോഴും അവിടെ ഒരു അപകടം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിൽ വേണം ഒരു കെട്ടിടം പണിയാൻ. ഇവിടെ എന്ത് സുരക്ഷയാണ് പാലിച്ചിരിക്കുന്നത്? അതായത് അവിടേക്ക് എത്താൻ പോലും സമയമെടുത്തു എന്നുള്ളതാണ്. എത്തിയിട്ടും കാര്യമില്ലല്ലോ. എത്തിയ സമയത്ത് തന്നെ ഇത് സർക്കാരിനെതിരെ തിരിയുന്നത് കണ്ടപ്പോൾ മന്ത്രിമാരെന്ത് ചെയ്തു? സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടി, ഇത് പ്രശ്നമില്ല, ശൂന്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ആരും ഇവിടെ പെട്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഒറ്റ വാക്കിന്റെ പേരിലാണ് 2.5 മണിക്കൂർ അവിടെ തെരച്ചിൽ പോലും നടത്താൻ. ആ ഒരു സമയത്തിനുള്ളിൽ ആ ഒരു നിമിഷത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെ ജീവനോടെ കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൈമലർത്തുകയാണ്. മന്ത്രിമാര് പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ വീഴ്ചയെന്നല്ല, തടിതപ്പാൻ വേണ്ടി അവര് പറഞ്ഞ കാര്യം അവിടെ അടച്ചിരിക്കുകയായിരുന്നു, അവിടേക്ക് ആരെയും പോകാൻ അനുവദിച്ചിരുന്നില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമായിരുന്നെങ്കിൽ ഡോക്ടർമാർ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? അതിന് തൊട്ടടുത്ത വാർഡുകളിൽ റൗണ്ട്സിന് ഡോക്ടർമാർ വരാറുള്ളതാണ്. പറഞ്ഞപ്പോ തന്നെ വലിയ വിവാദമൊക്കെ ആയി. അപ്പൊ ആ സമയത്ത് വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്, ഇതൊന്നും ഞങ്ങളായിട്ട് പറഞ്ഞതല്ല, ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരമാണ് ഞങ്ങൾ ഇത് ഉപയോഗശൂന്യമാണ്. എനിക്ക് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജില്ലാ ആശുപത്രിയെ കുറിച്ചല്ല, ഒരു മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സയ്ക്ക് എത്തുന്ന ഒരു സ്ഥലമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. എത്രയോ പ്രഗത്ഭരായ ഡോക്ടർമാരുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളം നമ്മൾ നമ്പർ 1 ആണ്, ആരോഗ്യ മേഖല നമ്പർ 1 ആണ് എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ഈ ആശുപത്രികളെ എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ പറയുന്നത്. നല്ലത് വരുമ്പോൾ മാത്രം നിങ്ങളുടേത്, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് വേണമെങ്കിൽ നിങ്ങൾ അങ്ങ് എടുത്തോ എന്നുള്ള ഒരു രീതിയിൽ ഏറ്റവും നിരുത്തരവാദിത്തപരമായ സംസാരങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നിങ്ങളുടെ പിഴവുകൾ അംഗീകരിക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്താണ് ചെയ്തത്? കഴിഞ്ഞ ഒരു ദിവസം രക്തസമ്മർദ്ദം കൂടി അങ്ങ് വീണു. അത് വിശ്വസിക്കാൻ ആരും തയ്യാറായിട്ടില്ല. കാരണം നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ജനങ്ങൾ ഒരുക്കമല്ല, നിങ്ങളെ വിശ്വാസമില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. ഇപ്പോൾ നമുക്കറിയാം, ഇത്രയും പ്രഷർ വരുന്ന സമയത്ത് ആർക്കാണേലും ചിലപ്പോ എന്തെങ്കിലും ഒരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി വീഴും. അങ്ങനെ വീണത് തന്നെ ആയിരിക്കാം വീണ ജോർജ്. എന്താണെന്ന് വെച്ചാല് ഈ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾക്ക് മറുപടി തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉടൻ തന്നെ മറ്റൊരു അപകടം ഉണ്ടാകുന്നത്. അപ്പം ഇത് കയ്യിൽ നിൽക്കൂല എന്നുള്ള സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ട്, വീണ ജോർജിനും അറിയാം. പിന്നെ ആകെയുള്ളൊരു മുന്നോട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദേഹാസ്വാസ്ഥ്യം എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് 1-2-3 മാസം കഴിയുമ്പോൾ ചില റിപ്പോർട്ട് പുറത്തുവരിക. അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചെലവിന് വേണ്ടി പൊതുവകുപ്പിൽ നിന്ന് ഇത്ര രൂപ ചെലവ്, മുഖ്യമന്ത്രിയുടെ അമേരിക്കയ്ക്ക് വേണ്ടി ഇത്ര രൂപ ചെലവാക്കി, കൂടെ പോയ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഇത്രയും ചെലവാക്കി. അതാണ്, ജനങ്ങളുടെ പൈസ എടുത്തിട്ടാണ് ഇവര് വിവാദം ഉണ്ടാക്കുമ്പോൾ പോലും പുറത്തു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാസം എന്നുള്ളതാണ്. ഇത് ജനങ്ങളെ, ഈ വോട്ട് ചെയ്ത ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇവർക്ക് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മുഖ്യമന്ത്രി ഈ സമയത്ത് ഈ പറയുന്ന വിദേശത്തേക്ക് പോയി എന്നുള്ളത്. ചികിത്സ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായിരിക്കാം, മുഖ്യമന്ത്രിയുടെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ പാലിക്കേണ്ട ഒരു സാമാന്യ മര്യാദ, ജനങ്ങളോട്, നിങ്ങളെ രണ്ടാമതും അധികാരത്തിൽ എത്തിച്ച ജനങ്ങളോട് ചെയ്യേണ്ട ഏറ്റവും പ്രാഥമികമായ ഒരു മര്യാദയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് പോകാമായിരുന്നു. പക്ഷെ ഇന്ന് വൈകിട്ട് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമല്ല ആവശ്യം, സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം പോകാമായിരുന്നു. കാരണം എനിക്ക് ഇതുപോലെ യാത്ര ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന് നിങ്ങൾക്ക് ജനങ്ങളെ അത് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പക്ഷേ എപ്പോൾ വിവാദം വന്നാലും സ്വയം രക്ഷപ്പെടുന്ന ഒരു പിണറായി വിജയനെയാണ് കഴിഞ്ഞ 9 കൊല്ലങ്ങളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നിങ്ങളെ PR വർക്ക് നടത്തി ഈ കപ്പൽ ആടി ഉലയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുച്ഛം,
ആ ഒരു പ്രസ്താവനകളൊക്കെ കേൾക്കും. ഇന്നിപ്പോൾ ആ പ്രസ്താവനകളൊക്കെ വെറും ഒരു തമാശയാണ് ആൾക്കാർക്ക്. ഇന്നിപ്പോ ഇല്ലേ സാധാരണഗതിയില് എന്ത് നെറുകേട് ഉണ്ടായി കഴിഞ്ഞാലും സഖാക്കന്മാരാണെങ്കിൽ അവരെ കുഴപ്പമില്ല കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് കുറെ നേതാക്കന്മാർ രംഗത്തേക്ക് വരാറുണ്ട്. പക്ഷെ ഇന്നിപ്പം ആരും തന്നെ പ്രതികരിക്കാൻ പോലും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇന്നിപ്പോൾ അപകടം നടന്ന ബിന്ദുവിന്റെ സംസ്കാരമായിരുന്നു. ആ വീട്ടിലേക്ക് ഒരു CPM-കാരന് പോകാനൊക്കില്ല. ജനങ്ങൾ അടിച്ചോടിക്കും. ആ പേടിയുള്ളത് കൊണ്ട് വീണ ജോർജ് പോയില്ലല്ലോ. എന്തുകൊണ്ട് വീണ ജോർജ് പോയില്ല? അവർക്ക് അവിടെ പോകാൻ കഴിയില്ല. വേറെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്, വീണ ജോർജിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പുറത്ത് കണ്ടാൽ ജനം കൈവയ്ക്കും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, വീണ ജോർജിനെതിരെ ഏറ്റവും പരിഹാസ്യമായി വരുന്ന ഒരു കമന്റ് ഉണ്ട്. അതായത് ഇന്ന് കുറെ കമന്റുകൾ ഞാൻ അത് കണ്ടതാണ്. അതായത് സഭ ഉള്ളത് കൊണ്ട് മാത്രം അധികാരത്തിലെത്തിയ ആളാണ് വീണ ജോർജ് എന്ന്. പാതിരിമാരുടെ അഭ്യർത്ഥന കൊണ്ട് പിണറായിക്ക് വോട്ട് ബാങ്ക് സംരക്ഷിക്കേണ്ടി വന്നതുകൊണ്ട് മാത്രം വീണ ജോർജിന് കസേര കൊടുക്കേണ്ടി വന്നതാണെന്നും, അല്ലാതെ ഇവർക്ക് എന്ത് ഉത്തരവാദിത്വമാണ് ജനങ്ങളോടുള്ളത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പ്രതിഷേധക്കാരൊക്കെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഒരു കഴിവുമില്ലാത്ത ഒരാളെ കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചു എന്നാണ് പരിഹാസം വരുന്നത്. തീർച്ചയായിട്ടും KK ശൈലജ എന്ന് പറയുന്ന ഒരാളെ ആൾക്ക് പകരമായിട്ടാണ് വീണ ജോർജ് വന്നത്. വീണ ജോർജ് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാർക്ക് ഇപ്പൊ ആർക്കും മറുപടി ഇല്ല. നമ്മൾ ഈ രാഷ്ട്രീയം മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ സാധാരണപ്പെട്ട ആ ബിന്ദുവിന്റെ വീട്ടിലെ നാട്ടുകാരെ മൊത്തം ഉണ്ട്. സാധാരണഗതിയിൽ ഒരു മരണമായിരുന്നെങ്കിൽ അത്ര ആളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു മരണമായതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തുള്ള ആളുകളും മറ്റു ജില്ലകളിൽ നിന്ന് ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ള മുഖ്യമന്ത്രിയോ വീണ ജോർജോ രാഷ്ട്രീയം പോട്ടെ, അവരുടെ ഒരു ദുഃഖത്തിലൊന്ന് പങ്കെടുക്കാനൊന്നും പോയില്ല. അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ അപകടം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോട്ടയത്തുണ്ടായിരുന്നു. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോയില്ല? ഈ ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന കോർപ്പറേറ്റിന്റെ വീട്ടിൽ ഈ ഫാരിസ് അബൂബക്കറിന്റെ അച്ഛൻ മരിച്ച സമയത്ത് 2 മണിക്കൂർ ചെലവിട്ട ആളാണ്. ഇത് 10 മിനിറ്റ് പോലും അപകട സ്ഥലത്ത് നിന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഈ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ കസേരയിൽ നിന്ന് ഒഴിയുക എന്നുള്ളതാണ്. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്, പാർട്ടിയിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ പാർട്ടി പ്രവർത്തനം മാത്രം നടത്തുക. അത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അതായത് മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു പങ്കിനെ കുറിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഹാരിസിന്റെ ആ ഒരു വിഷയത്തിലും ഇന്നും പറയുന്നത് മാധ്യമ പ്രവർത്തകർ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കൊന്നും മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് പോലും പോകാൻ പറ്റില്ല. പുറത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചവരോട് പോലും പറ്റില്ല എന്നുള്ള ഒരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുന്നവരുടെ വായി മൂടി കിട്ടുക എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടുത്തെ സർക്കാർ. അത് പിണറായി സർക്കാരിന് ഏറ്റവും ശത്രുതയുള്ള ഒരു വിഭാഗമാണ് മാധ്യമങ്ങൾ. ഒരു വിഭാഗം മാധ്യമങ്ങൾ, അവരെ സുഖിപ്പിച്ച് വാർത്ത എഴുതുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളെ ഒഴിച്ച് ബാക്കി പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയക്കാരെ കണ്ടുകൂടാ. അപ്പോൾ നമ്മള് ഉള്ളത് പോലെ അങ്ങ് കൊടുക്കും. പിന്നെ അവിടെ എഡിറ്റിങ്ങും കട്ടിങ്ങും പക്ഷം പിടിക്കലൊന്നുമില്ല. എന്താണോ നാട്ടുകാർ പറയുന്നത് അത് അതുപോലെ കൊടുക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. അപ്പോ ഇതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് കെട്ടിടത്തിന് ആളുകളൊന്നുമില്ല. അത് ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കെട്ടിടമാണെന്നൊക്കെ പറഞ്ഞു നിന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് മാധ്യമങ്ങളുടെ ഇടപെടല് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്നത്. അവിടെ ആളുകളുണ്ട്, അവിടെയാണ് ശുചിമുറി ഉള്ളത്, അതാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടമാണെന്ന് മാധ്യമങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. അപ്പം മാധ്യമ പ്രവർത്തകര് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വായ അടപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു മാതൃകാ ഭരണം ഇനി ഉണ്ടാകരുത് എന്നുള്ളത് മാത്രമേ പറയാം. അത് ജനങ്ങൾ ഏതാണ്ട് പൊറുതി മുട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ഈ നിങ്ങൾ തന്നെയാണ് ജനങ്ങളെ വെറുപ്പിക്കുന്നത്, അല്ലാതെ ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയുന്നതല്ല, പ്രതിപക്ഷം നിങ്ങൾക്കെതിരെ തിരിയുന്നതല്ല. കാരണം ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടെന്ന് പോലും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രതിപക്ഷം ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ല. നിങ്ങൾ തന്നെയാണ് ജനങ്ങളെ വെറുപ്പിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് ജനങ്ങളെ നിങ്ങൾക്കെതിരെ തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിപ്പും നിങ്ങളുടെ ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങളെ ഒരു ആപത്തിൽ തള്ളിയിട്ടിട്ട് സ്വയം രക്ഷപ്പെടുന്ന നിങ്ങളുടെ ഈ സമീപനം തന്നെയാണ് എല്ലാ കാലത്തെയും നിങ്ങളുടെ ചെയ്തികൾ തന്നെയാണ് നിങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി കാണിച്ചത് ഏറ്റവും നിരുത്തരവാദിത്തപരമായ നടപടി തന്നെയാണ്. അതിന് പകരം വന്ന് MV ഗോവിന്ദനെ കൊണ്ടൊരു വാർത്താ സമ്മേളനം നടത്തിച്ചാലൊന്നും ജനങ്ങൾ അതിനെ അംഗീകരിക്കില്ല. കാരണം സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ രീതിക്ക് ഇരുന്നില്ലെങ്കിൽ
ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും. അല്ല, പിണറായി വിജയന്റെ രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മുഖ്യമന്ത്രിന്റെ രീതിയിൽ നിന്നാലാണ് കാര്യമുള്ളൂ. പിണറായി വിജയന്റെ രീതിയിൽ നിൽക്കുന്നോണ്ടാണല്ലോ സ്വന്തം കാര്യം നോക്കി പോയിരിക്കുന്നത്. അപ്പോ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എന്തായാലും നന്നായിരിക്കും. വളരെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു ഭരണവും സംഭവങ്ങളും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നമസ്കാരം.